ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ തങ്ങളുടെ വാക്സിൻ പിൻവലിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രനെക്ക തീരുമാനിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ COVID-19 വാക്സിൻ പിൻവലിക്കുന്നതായി നിർമ്മാതാക്കളായ UK കേന്ദ്രീകരിച്ചുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രനെക്ക തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ അപൂർവ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചതിന് പിന്നാലെയാണ് കമ്പനിയുടെ നീക്കം. എന്നാൽ വാണിജ്യപരമായ കാരണങ്ങളാലാണ് വാക്സിൻ പിൻവലിക്കാൻ തീരുമാനമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. കോവിഡിന് ശേഷം ഉൽപ്പാദിപ്പിച്ച വാക്സിനുകൾ മിച്ചമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിൻവലിക്കൽ നടപടി. രാജ്യാന്തര മാധ്യമമായ ടെലിഗ്രാഫ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആസ്ട്രനെക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് നിർമ്മിച്ചത്. കോവിഷീൽഡ്, വാക്സേവരിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത്. കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡിന്റെയും വാക്സേവരിയയുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയാണ് ആഗോളതലത്തിൽ വാക്സിൻ പിൻവലിക്കാനുള്ള തീരുമാനം ആസ്ട്രനെക്ക കൈക്കൊണ്ടത്. വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യില്ലെന്നും ആസ്ട്രനെക്ക അറിയിച്ചു. COVID-19 രോഗം വന്നത് മുതൽ നിർമ്മിച്ച അപ്ഡേറ്റ് ചെയ്ത വാക്സിനുകൾ മിച്ചം വന്ന് വാക്സിന്റെ ആവശ്യകത കുറച്ചതായി കമ്പനി പറയുന്നു. വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ മാർച്ച് 5-ന് കമ്പനി തയ്യാറാക്കിയിരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ദിവസമാണ് പ്രാബല്യത്തിൽ വന്നത്. കൂടാതെ യൂറോപ്പിലേക്കുള്ള വാക്സേവരിയ വാക്സിന്റെ മാർക്കറ്റിംഗ് അംഗീകാരവും കമ്പനി പിൻവലിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ അപൂർവമായി തങ്ങളുടെ വാക്സിനുകൾ രക്തം കട്ടപിടിക്കുന്ന അപൂർവ രോഗവും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയൽ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായെന്ന് ആസ്ട്രനെക്ക UK കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. 2021 ഏപ്രിൽ 21-ന് UK സ്വദേശിയായ ജെയ്മി സ്കോട്ടൻ വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. ആസ്ട്രനെക്ക നിർമ്മിച്ച വാക്സിനുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് UK കോടതിയിൽ ജെയ്മി സ്കോട്ടിന്റെ പരാതിയിൽ വാദം കേൾക്കവെയാണ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് കമ്പനി അറിയിച്ചത്. പിന്നാലെ ആസ്ട്രനെക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി UK-യിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യ വൃത്തങ്ങളും കോടതി അറിയിച്ചിരുന്നു. ലോകരാജ്യങ്ങളെയെല്ലാം പിടിച്ചുകുലുക്കുകയും നിരവധി പേരുടെ ജീവൻ കവരുകയും ചെയ്ത മഹാമാരിയായിരുന്നു COVID-19. അതിജീവിക്കാനായി കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഇപ്പോൾ ആ വാക്സിൻ തന്നെ വലിയ വിനയാകുമെന്ന് അഭിപ്രായപ്പെടുകയാണ് ഒരു പഠന റിപ്പോർട്ട്. കോവിഡ് വാക്സിനുകൾ തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും മറ്റും ബാധിക്കുന്ന 13 ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാക്കുന്നുവെന്ന് ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിന്റെ പഠനം കണ്ടെത്തി. ഇതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമാവുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന രോഗാവസ്ഥയായിരുന്നു ഇത്. സാധാരണ ശരീര ചലനങ്ങൾക്ക് പോലും ചിലപ്പോൾ പ്രയാസം നേരിടും. ആസ്ട്രനെക്ക വാക്സിൻ എടുത്തവരിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെട്ടത്. സ്പൈനൽ നെർവിൽ വീക്കങ്ങൾ ഉണ്ടാക്കുന്ന ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ആണ് രണ്ടാമത്തേത്. ഫൈസർ മെഡോണ വാക്സിനുകൾ ഹൃദയപേശികൾക്ക് വീക്കമുണ്ടാക്കുന്ന മയോകാർഡൈറ്റിസ്, ഹൃദയത്തിന്റെ സംരക്ഷണ വലയമായ പെരികാർഡിയറ്റിസിന് വീക്കമുണ്ടാക്കുന്ന പെരികാർഡൈറ്റിസ് എന്നീ പാർശ്വഫലങ്ങളും ഉണ്ടാക്കും. ശരീരത്തിലെ പ്രതിരോധ സംവിധാന നാഡികളെ ആക്രമിക്കുന്ന ഗില്ലൻ ബറോ സിൻഡ്രം, തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന സെറിബ്രൽ വിനസ് സൈനസ് ത്രോംബോസിസ് എന്നിവയും ആസ്ട്രനെക്ക വാക്സിൻ എടുത്തവരിലും കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് ആസ്ട്രനെക്ക സമ്മതിച്ചു. വാക്സിൻ രക്തം കട്ടപിടിക്കലിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഇടയാക്കുമെന്നായിരുന്നു ആസ്ട്രനെക്ക വ്യക്തമാക്കിയത്. വാക്സിന്റെ ഉപയോഗം മൂലം മരണമടക്കം ഉണ്ടായെന്ന ഹർജികളിൽ കോടതിയുടെ നിയമവ്യവഹാരം നേരിടുകയാണ് കമ്പനി. വാക്സിൻ പിൻവലിക്കാനായി മാർച്ച് 5-നാണ് ആസ്ട്രനെക്ക അപേക്ഷ സമർപ്പിച്ചതെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. മെയ് 7 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രനെക്ക വാക്സിൻ വികസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകരായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ആസ്ട്രനെക്ക ഇന്ത്യൻ സർക്കാരിന് വേണ്ടി കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചത്. കോവിഷീൽഡിന് പുറമെ വാക്സേരിയ എന്ന ബ്രാൻഡിലും ആസ്ട്രനെക്ക വാക്സിൻ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ വിവാദങ്ങൾ ഉയർന്നതോടെ കോവിഷീൽഡിൽ പിൻവലിച്ചു. എന്നാൽ ഈ വാക്സിൻ എടുത്ത് ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്കും ഈ വാക്സിൻ എടുത്ത് ജീവൻ നഷ്ടമാകുമോ എന്ന ഭയത്തിൽ കഴിയുന്ന കുടുംബങ്ങളോട് എന്തുത്തരമാണ് പറയാൻ സാധിക്കുക?